കണക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. 2 വർഷമായിട്ടുള്ള ഇപ്പൊ ഈ പ്രതിവർഷം അല്ലെങ്കിൽ വർഷം ഈ പറഞ്ഞ സമരത്തിന് പോയ ഒരാൾ പോലും BJPക്ക് അനുകൂലമായ ആളല്ല പോയേക്കണത്. അത് സത്യമാണ്. കാര്യം BJPക്ക് ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വന്നാൽ ഈ നിൽക്കുന്ന ഒരു ഒറ്റ ആള് BJP കോട്ടയൊന്നും ഒരാളും വിശ്വസിക്കണ്ട. കാരണം BJPയുടെ ആളല്ല അവര്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരാരും BJP വോട്ട് ചെയ്യാത്തവരാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഞാൻ സത്യം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരാരും വോട്ട് ചെയ്തിട്ടില്ല. ഇവർ വോട്ട് ചെയ്യാത്ത ആളാണ് ഈ വന്നേക്കണത്. ഈ വന്നേക്കുന്ന ആളിന് മുഴുവനും ഈ BJPക്ക് എതിരുള്ള ആൾ തന്നെയാണ്. അത് നല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയണതമ്മ. ഓരോരുത്തരും വേണമെങ്കിൽ എടുത്ത് നോക്കിയോ, നമുക്കറിയാൻ പറ്റുള്ള നമ്മുടെ ഓരോ മേഖല പരിശോധിക്കാൻ നിർത്തി. മോദിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ടോ? പ്രധാനമന്ത്രിയിൽ ഇപ്പോഴും വിശ്വാസം ഉണ്ടാവുന്ന വെച്ചാൽ ഇനി ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ മോദിജി അല്ലാണ്ട് വേറൊരാളെ കൊണ്ട് നടക്കൂല. പപ്പുമോനെ കൊണ്ടൊന്നും നടക്കൊന്നുമില്ല. പപ്പുമോന്റെ അമ്മയും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് മോദിജിനെ കൊണ്ടോ ലോകരാഷ്ട്രങ്ങൾ വരെ മോദിജിനെ ആദരവോടെ പുകഴ്ത്തണ്. പിന്നെ ഇവിടുത്തെ ഈ പാറ്റയും പഴുതാരയും തേളും പല്ലിയൊക്കെ കൂടി വന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു 48 കൊല്ലം ഞാൻ ഈ LDFിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ട് ഇപ്പൊ BJPയിലോട്ട് ചേർന്ന എന്താന്ന് വെച്ചാല് ഈ പാർട്ടിനെ വിശ്വസിച്ചിരുന്ന് ഞങ്ങളുടെ വിഷയം അവര് അത് തീർത്തു തരുമെന്നുള്ളത്. പക്ഷെ അവര് വന്നത് ഇവിടെ 2 മന്ത്രിമാര് വന്നു, രാജനും ഈ രാജീവും വന്നതെന്നാണ് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു നാടകം കളിച്ചാണ്, നാരങ്ങവെള്ളം കൊടുത്ത് സമരം അവസാനിപ്പിക്കാൻ. പക്ഷെ ഞങ്ങളോട്ട് പോയില്ല. അവര് ഇവിടെ 2:15 വന്നപ്പോ ഞങ്ങ 2:15 അവിടെ വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ 2:15 ഇവിടെ സമരം വേറെ തുടങ്ങി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ നിക്സൺ. ചേട്ടാ ഇപ്പോ ഈ മുനമ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നാള് മുന്നിൽ നിന്നൊരു വ്യക്തിയാണല്ലോ താങ്കൾ. അപ്പോ ഇപ്പോ ഈ പാറ്റ സമരം അല്ലെങ്കിൽ ജൻസി സമരം എന്നൊക്കെ പറഞ്ഞ് ദില്ലിയിൽ നടന്ന ആ ഒരു പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? എനിക്ക് ആകെ ഒരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കുറെ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടായിരുന്നില്ല. ഇവരൊന്നും ഞങ്ങൾ ഈ 4 ജില്ല കൊല്ലം ഇവിടെ ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങളെ സഹായിക്കാനായിട്ട് ഒരാള് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ആള് ഈ പൈസ മുടക്കി പോയി എന്നാണ് പറയണത്. ഞങ്ങൾക്കറിയാൻ പാടില്ല ഇതിന്റെ ഇടയിൽ പൈസ ഇവർക്ക് കിട്ടിയെന്നും പറയുന്നുണ്ട്. കിട്ടിയിട്ടാണ് ഇവർ ഓടിയെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനെ തോപ്പിക്കാൻ വേണ്ടി ഇവര് പൈസ കിട്ടി അങ്ങാട് ഓടുമ്പോ ഇവരൊക്കെ എന്ത് ഈ സെലിബ്രിറ്റികൾ എന്നാണ് പറയണത്. ഇവർക്ക് ഈ നാടിനോട് എന്ത് സ്നേഹം ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ഇന്ന് വരെയും സഹായിക്കാത്ത ആൾ അവിടെ ഓടുമ്പോ നമുക്ക് ഇവിടുത്തെ ഈ സെലിബ്രിറ്റികളുടെയൊക്കെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാകാണ്ട്. ഞങ്ങൾ ഈ ഇവിടുത്തെ ചെറിയ ചെറിയ മനുഷ്യരാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇന്ത്യയിലുള്ള എല്ലാ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സെലിബ്രിറ്റികൾ എന്താണെന്ന്. അത്ര ഈ സെലിബ്രിറ്റികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മോദി സർക്കാർ ചെയ്തതാണ് ഏറ്റവും വലിയ ഒരു നേട്ടം. കാരണം എന്താ വെച്ചാൽ ഈ സമരം ചെയ്യണ നല്ല കാര്യമാണ്. കാര്യം നമ്മൾക്ക് വേണ്ട ഈ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുടെ പാർട്ടി പഴുതാരയെന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരും. അതിന്റെ കൂടെ ആളുടെ കൂടി ആ സമരം വിജയിപ്പിക്കും. പക്ഷെ ഇത് ഈ സമരം ചെയ്യേണ്ടത് ആരായിരുന്നു? ഇവിടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിട്ട് അവരെവിടെ പോയി? എന്നിട്ട് അവർ ചെന്നത് എന്താണ്? ഈ പാർട്ടിയുടെയും പഴുതാരുടെയും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി പിന്നെ ജയിച്ചെന്ന് പറഞ്ഞിപ്പോ വിളിച്ചു കൂടി നടക്കുന്നുണ്ട്. എന്ത് ജയിച്ചെന്നാണ് പറയണത്? ശരിക്കും ഇവിടെ ജയിച്ചതാരാണ്? ജയിച്ചത് എന്റെ അഭിപ്രായത്തിൽ BJP ആണ് ജയിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ സമരത്തിൻകാർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത് ഇതിനകത്ത് കുറെ ഭീകരന്മാരുള്ള അവന്മാരെ ഒന്നൊന്നായിട്ട് പിടിച്ച് എല്ലാവരെയും കണ്ടോ ഓരോന്നിനും ഇപ്പൊ ഓരോന്ന് മാപ്പ് പറഞ്ഞു നടക്കണണ്ട. ഇതുങ്ങളെയൊക്കെ തന്നെ പിടിച്ച് അകത്താക്കാൻ പറ്റിയൊരു അവസരവും കിട്ടി. ഇതാണ് ഏറ്റവും വലിയ ഒരു മോദി എന്ന് പറഞ്ഞാൽ ഇത്തരം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ലോകത്തുണ്ടാവൂല. നിങ്ങൾ വേണേ കണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉണ്ടാവൂല. കാരണം അത്രയും ബ്രില്യന്റ്. ഇത് ശരിക്കും ഈ കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചത് വെച്ചെങ്കിൽ എന്തൊക്കെ ഓരോരുത്തരേണ്ട അവസ്ഥ. ഇതൊക്കെ മാത്രം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഇതൊക്കെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതാണ് ഭരണം എന്ന് പറയുന്നത്. ഞാൻ പറയാം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പൊ നമ്മൾക്ക് ഈ നമ്മ പറയാൻ നേരത്ത് ഇത് ഒരു ജാതിപരമായിട്ട് നമുക്ക് ജാതിയില്ല അതുകൊണ്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറയാണ് ക്രിസ്ത്യാനിയാണ് പറയണെന്നുള്ള പറഞ്ഞു. അപ്പൊ ഇതാണ് അപ്പൊ ഈ ഭരണം ഈ 2 വർഷമായിട്ടുള്ള ഇപ്പൊ ഈ പ്രതിവർഷം അല്ലെങ്കിൽ വർഷം ഈ പറഞ്ഞ സമരത്തിന് പോയ ഒരാൾ പോലും BJPക്ക് അനുകൂലമായ ആളല്ല പോയേക്കണത്. അത് സത്യമാണ്. കാര്യം BJPക്ക് ഇനിയിപ്പോ ഒരു ഇലക്ഷൻ വന്നാൽ ഈ നിൽക്കുന്ന ഒരു ഒറ്റ ആള് BJP കോട്ടയൊന്നും ഒരാളും വിശ്വസിക്കണ്ട. കാരണം BJPയുടെ ആളല്ല അവര്.
ഇതാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരാരും BJP വോട്ട് ചെയ്യാത്തവരാണെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഞാൻ സത്യം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവരാരും വോട്ട് ചെയ്തിട്ടില്ല. ഇവർ വോട്ട് ചെയ്യാത്ത ആളാണ് ഈ വന്നേക്കുന്നത്. ഈ വന്നേക്കുന്ന ആളിന് മുഴുവനും ഈ BJPക്ക് എതിരുള്ള ആൾ തന്നെയാണ്. അത് നല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയണതമ്മ. ഓരോരുത്തർ വേണമെങ്കിൽ എടുത്ത് നോക്കിയോ, നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ഓരോ മേഖല പരിശോധിക്കാൻ നിർത്തി ആരൊക്കെയാണ് വോട്ട് ചെയ്ത്, ആരൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പാർട്ടിക്കാർക്കല്ലേ അറിയാൻ പറ്റും ഈ ആരൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന്. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നോക്കിയോ. ഇതിന്റെ കൂടെ കുറെ ഭീകരന്മാരെയും കൂടി അവര് കൂടി കൊണ്ടുവന്ന് ആ ഭീകരന്മാരെല്ലാവരും ഭാഗത്താകാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു കഴിവും കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം ചൊല്ലി ഈ ഭീകരന്മാരെയും കൂടെ അകത്തായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ക്ഷോഭമല്ല. ഇവരില്ലായ്മ ആക്കാൻ വേണ്ടി ഇറക്കിയാണ് നമ്മുടെ രാജ്യം തന്നെ. ഇവിടെയാണ് ചോറും സാധനങ്ങളൊക്കെ നമ്മയാണ് കൊടുക്കണത്. പക്ഷെ കൂറ് പോകാൻ നിൽക്കണത് വേറെ രാജ്യങ്ങളൊക്കെ കൂറ് നിൽക്കണത്. അവിടെ നിന്ന് കാശും പറ്റി ഇവിടെ വന്ന് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. ഇപ്പൊ ഈ നരേന്ദ്രമോദിയെ അതിഭീകരമായിട്ട് ഈ സമരത്തിൽ പങ്കെടുത്ത പലരും വളരെ അശ്ലീലമായിട്ട് പരിഹസിച്ചിട്ടുണ്ട്. പലതും കൂട്ടത്തിൽ മോദിയെ വെടിവെച്ച് കൊല്ലുന്നു, ഒരു തോക്കിട്ടിയാൽ വെടിവെച്ച് കൊല്ലുന്നു, പാർലമെന്റ് തകർക്കുമെന്നുള്ള രീതിയിലൊക്കെ പ്രസ്താവനകൾ ഈ പാർട്ടിയും അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ പിന്തുണച്ച പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട സമയത്ത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എന്താണ് താങ്കൾക്ക് തോന്നിയെന്ന്? എനിക്ക് ആ പെണ്ണിനോടൊക്കെ എനിക്ക് വെറുപ്പെന്നുള്ള അങ്ങനത്തെ വെറുപ്പ് തോന്നിയത് എന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യർക്ക് പറയാൻ പറ്റിയതാണ് ഈ പറഞ്ഞത്. മനുഷ്യര് പറയും അങ്ങനെയൊക്കെ ഒന്നും എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം വന്ന് മാപ്പ് പറയണ്. കാര്യം എന്താണ്, പറഞ്ഞത് തെറ്റായി പോയി, ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നില്ല, അങ്ങനെ തന്നെ. അപ്പൊ ഇവളെ മറ്റേ കഞ്ചാവ് കേസി പിടിച്ചിട്ട് അവളെ പിടിച്ചുകൊണ്ടാണ് ഒരു രംഗം 2 ദിവസം കാട്ടുണ്ടായിരുന്നു. ഇവൾക്ക് പറ്റായിട്ട് പോലീസ് ഉന്തി കേട്ടുന്നത്. അപ്പൊ ഇവൾക്കൊക്കെ എന്താ മാർക്കറ്റ് ഉണ്ട്, അവൾക്കൊരു മാർക്കറ്റ് പോലും ഒന്നുമില്ല. ഇപ്പൊ ഈ 2 ദിവസത്തിനുള്ളിൽ അവളെ പിടിച്ചകത്താക്കിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അവളല്ല കുറെ പിള്ളേരൊക്കെ അതിന്റെ അനുകൂലമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഏകദേശം അകത്തായിരുന്നു. എല്ലാരും ആരൊക്കെ എന്തൊക്കെ ഈ രാജ്യത്തിനെതിരെ വോട്ടുണ്ടോ അവർക്കെതിരായിട്ട് BJPക്കാരെ എല്ലാരും കേസിന് പോകും, അകത്താക്കും, ഒക്കെ അകത്താക്കും, ഉറപ്പാണ്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ ഈ ദില്ലിയിലെ പാറ്റ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പല സെലിബ്രിറ്റികളൊക്കെ പോയിരുന്നു, രാഷ്ട്രീയ രംഗത്തുള്ള പലരും പോയിരുന്നു. അപ്പോ അവരാരും മുനമ്പം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ ചേട്ടനത് കണ്ട സമയത്ത് മുനമ്പത്തെ ഈ ഒരു കുടിയിറക്കൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത് കണ്ട സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയിരുന്നു? വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ എനിക്ക് പറയാനായിട്ട് ഞാൻ എൻ്റെ കടപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വായിൽ ചീത്തേക്ക് വരും. പക്ഷെ എനിക്കത് പറയാൻ പറ്റൂല, ഇത് പൊതുവായിട്ട് കാണണതല്ലേ. അപ്പൊ അതിന്റെ പേരിൽ ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് ഇവിടെ ആകെ വന്നത് ഈ ഭൂമിയുടെ പ്രതിസന്ധിന് വേണ്ടി നമ്മുടെ ഈ സമരത്തിന് ആദ്യം വന്നത് സുരേഷ് ഗോപി സാറ്, പിന്നെ വന്നത് സന്തോഷ് പണ്ഡിറ്റ്. ഒരുപാട് ഞങ്ങൾ സ്നേഹിക്കണ ആളൊക്കെയാണ് മമ്മൂട്ടി, മോഹൻലാൽ, ഒരുപാട് നടന്മാരും നടിമാരുണ്ട്. ഒരെണ്ണത്തിന് ഇങ്ങാട് കണ്ടില്ല. അപ്പൊ ഞങ്ങൾ ഈ 610 കുടുംബങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്ന ഇതൊന്നും കണ്ടിട്ട് അവർക്കൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഈ സമരം ചെയ്യട്ടെ, ഡൽഹിയിൽ സമരം ചെയ്യട്ടെ, അത് നല്ലത്. സമരത്തിലൂടെ എന്തും നേടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മോദിജിക്ക് എതിരായിട്ട് ഇത് മോദിജിനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊളിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല. മോദിജിയുടെ കളി നടക്കൂല. അത് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു 48 കൊല്ലം ഞാൻ ഈ LDF വിശ്വസിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ട് ഇപ്പൊ BJPയിലോട്ട് ചേർന്ന എന്താന്ന് വെച്ചാല് ഈ പാർട്ടിനെ വിശ്വസിച്ചിരുന്ന് ഞങ്ങളുടെ വിഷയം അവര് അത് തീർത്തു തരുമെന്നുള്ളത്. പക്ഷെ അവര് വന്നത് ഇവിടെ 2 മന്ത്രിമാര് വന്നു, രാജനും ഈ രാജീവും വന്നതെന്നാണ് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു നാടകം കളിച്ചാണ്, നാരങ്ങവെള്ളം കൊടുത്ത് സമരം അവസാനിപ്പിക്കാൻ. പക്ഷെ ഞങ്ങ പുറകോട്ട് പോയില്ല. അവര് ഇവിടെ 2:15 വന്നപ്പോ ഞങ്ങ 2:15 അവിടെ വരുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങ 2:15 ഇവിടെ സമരം വേറെ തുടങ്ങി. ഞങ്ങൾ സമരം നിർത്തൂല. ഞങ്ങളുടെ ഈ കാര്യങ്ങള് റവന്യൂവാസികൾ പുനഃസ്ഥാപിച്ച് കിട്ടാണ്ട് ഞങ്ങൾ സമരം നിർത്തൂല. മോദിയിൽ ഇപ്പോഴും വിശ്വാസമുണ്ടോ? പ്രധാനമന്ത്രിയിൽ ഇപ്പോഴും വിശ്വാസം വിശ്വാസം ഉണ്ടാകുന്ന വെച്ചാൽ ഇനി ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ മോദിജി അല്ലാണ്ട് വേറെ ഒരാളെ കൊണ്ട് നടക്കൂല. പപ്പുമോനെ കൊണ്ടൊന്നും നടക്കൊന്നുമില്ല. പപ്പുമോന്റെ അമ്മയും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് മോദിജിനെ കൊണ്ടോ ലോകരാഷ്ട്രങ്ങൾ വരെ മോദിജിനെ ആദരവോടെ പുകഴ്ത്തണ്. പിന്നെ ഇവിടുത്തെ ഈ പാറ്റയും പഴുതാരയും തേളും പല്ലിയൊക്കെ കൂടി വന്നിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഇത്ര പറയാനുള്ളു.